മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവ നേതാവിന്റെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ കലാപം. 2024 ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടനാക്കിയ കലാപത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് ഓസ്മാൻ ഖാദിയാണ് കൊല്ലപ്പെട്ടത്. ഭാരത നയതന്ത്ര സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണമുണ്ടായി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കലാപത്തിൽ യൂനസ് സർക്കാരിന്റെ പ്രതികരണം എന്താണ്? സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയോ? ഈ കലാപത്തിൽ യൂനിസ് സർക്കാർ ഇപ്പോൾ ഒരു ദുഃഖാചരണം 24 മണിക്കൂർ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഒരു ആദ്യ പ്രതികരണമായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നും സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സിംഗപ്പൂരിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഇയാൾ മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായി വെടിവെപ്പിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ഇയാൾ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിലെമ്പാടും ഉണ്ടായത്. ബംഗ്ലാദേശിൽ പലയിടങ്ങളിലും, ധാക്കയിലെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തു. ഇതൊരു സാധ്യതയായി, അതായത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭം സംഘടിപ്പിച്ച യുവ നേതാവ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കൊല്ലപ്പെട്ട ഈ ഷെരീഫ് ഒസ്മാൻ ഹാദി. ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് അതിൽ ഭാരതത്തിനും പങ്കുണ്ട് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഭാരതത്തിന്റെ എംബസിക്കെതിരെയൊക്കെയും അതുപോലെ തന്നെ കോൺസുലേറ്റുകൾക്കെതിരെയും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ ഒരു ആക്രമണം കഴിഞ്ഞ ബുധനാഴ്ചയും ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ചില പ്രതികരണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ തുടർച്ചയായി ഭാരതത്തിനെതിരായ ചില നീക്കങ്ങൾ കൂടി അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇതിന് പിന്നിൽ പല മറ്റ് താല്പര്യങ്ങളുള്ള രാഷ്ട്രങ്ങളുമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയൊരു ആക്രമണവും വലിയൊരു പ്രക്ഷോഭവുമാണ് നടക്കുന്നത്. പലയിടങ്ങളിലും പത്ര ഓഫീസുകൾക്ക് തീയിടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായി. ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയ തോതിലാണ് ഈ ആക്രമണങ്ങൾ അരങ്ങേറിയത്, പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. രാത്രിയും പകലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, രാത്രി ഏറെ വൈകിയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇത് പ്രതിഷേധങ്ങളിൽ സ്വാഭാവികമായും ഈ തീയിടുക അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് അപകടകരമായ ഒരു സാഹചര്യമായി കണക്കാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി 2 സുപ്രധാന പത്ര ഓഫീസുകൾക്ക് തീയിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത്. ഈ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ട സാഹചര്യവും ഭാരതത്തിൽ രാഷ്ട്രീയ അഭയം തേടേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇവരെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതിന് അടിസ്ഥാന കാരണമായി ഇവരെ ശിക്ഷിച്ചത്, അതായത് ബംഗ്ലാദേശിലെ ഒരു കോടതി ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ആക്രമണ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.